നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥാപാത്രങ്ങളുമായി ബോക്സ് ഓഫീസിൽ പോരാടിയ ഒരു വിഷു സീസൺ 1992. ആ ഒരു വിഷു സീസണിലെ സിനിമകളെ കുറിച്ചും അതിൻ്റെയൊക്കെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് ഒക്കെയാണ് ഇത് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 92 വിഷു സീസൺ അതിനോടനുബന്ധിച്ച് ആദ്യമായിട്ട് തിയേറ്ററിലെത്തിയ ഒരു സിനിമ നമ്മുടെ ഹിറ്റ് കൂട്ടുകെട്ട് സിബി മലയിൽ ലോഹിദാസ് മോഹൻലാൽ കൂട്ടുകെട്ടിൻ്റെ കമലദളമായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ്സൊക്കെ 1990 അതുപോലെ തന്നെ 92 ഈ ഒരു എപ്പിസോഡ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇവരുടെ ഒരു കൂട്ടുകെട്ടിൽ സിബി മലയിൽ ലോഹിദാസ് മോഹൻലാൽ കൂട്ടുകെട്ടിലുള്ള സിനിമകളൊക്കെ, അതായത് വിഷുവിനോടനുബന്ധിച്ച് മാർച്ചിലെ അവസാനത്തെ വെള്ളിയാഴ്ചയായിരിക്കും ഇവരുടെ സിനിമകൾ ഇറങ്ങാം. അപ്പോൾ 90 ഹിസൻ അബ്ദുള്ള, 91 ഭരതം, അത് കണ്ട് ഒരു ഹാട്രിക് വിജയം കൈവരിക്കാനായിട്ട് ഇവരെത്തിയത് കമലദളം എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ചായിരുന്നു. അപ്പോൾ കമലദളം സിനിമയും അതിൻ്റെ ഒരു പിന്നെ അമ്പറ കഥകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു 91 ഡിസംബർ ആ ഒരു സമയത്തിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇവർ സതയം എന്ന് പറയുന്ന ഒരു സതയമാണോ ഏതോ ഒരു സിനിമയുടെ ഒരു ഇതിൻ്റെ ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ സതയം തന്നെയാണ്. സതയത്തിൻ്റെ ഫൈനൽ വർക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സമയത്ത് ലോഹിദാസും മറ്റു സിനിമയുടെ തിരക്കൊക്കെ ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ലോഹിദാസും സിബിമലയിലും കൂടി വീണ്ടും അവർ ഒരുമിച്ചിരിക്കുന്നു. 91 ഡിസംബറിൽ ഇവർ ഒരുമിച്ചിരുന്നിട്ട് എന്ത് കഥ, അത് ഉടനെ ഷൂട്ടിംഗ് തുടങ്ങണം. ജനുവരിയിൽ ഷൂട്ടിംഗ് തുടങ്ങിയാൽ മാർച്ചിൽ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഭരതവും നമ്മൾ പറഞ്ഞിരുന്നു അവസാന നിമിഷമാണ് അതിൻ്റെ കഥയൊക്കെ റെഡി ചെയ്തത്. ആദ്യം ആലോചിച്ച കഥ മാറി മറ്റൊരു കഥ, ഷൂട്ടിങ്ങിൻ്റെ തൊട്ട് തലേ ദിവസമാണ് മറ്റൊരു കഥയൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ ഇതേപോലെ തന്നെ ഇവർ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് മോഹൻലാലിനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ മോഹൻലാൽ രാജശില്പി എന്ന് പറഞ്ഞൊരു സിനിമയും പാരലലി അതിൻ്റെ വർക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ മോഹൻലാലിൻ്റെ താടി ഒരിക്കലും കളയാൻ പറ്റില്ല. അപ്പോൾ ഇവർ ആദ്യം മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നത് താടിയൊക്കെ കളഞ്ഞ് ക്ലീൻ ഷേവ് ലുക്കിലുള്ള ഒരു കഥാപാത്രമായിരുന്നു. പക്ഷേ മോഹൻലാൽ താടിയുള്ള കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ലുക്കിൽ തന്നെ. പക്ഷെ നമുക്ക് ഇന്ന് കാണുമ്പോൾ അതൊന്നും നമുക്കൊരു പ്രശ്നമായിട്ടേ തോന്നില്ല. അങ്ങനെയാണ് മോഹൻലാൽ വരുന്നതും. പിന്നെ മോഹൻലാൽ ഷൂട്ടിൻ്റെ തലേ ദിവസമാണ് വന്നിട്ട് വ്യക്തമായിട്ട് ക്യാരക്ടർ പഠിക്കുന്നത്. അപ്പോൾ ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ ടെൻഷനായി. അങ്ങനെ ഒരു ഡാൻസ് മാസ്റ്ററൊക്കെ വെച്ച് പുലർച്ചെ 4 മണിക്കൊക്കെ മോഹൻലാൽ എഴുന്നേറ്റിരുന്ന് പഠിച്ച് അങ്ങനെയൊക്കെയാണ് ആ ഒരു ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തത്. എന്തായാലും ആ ഒരു സിനിമ ഇവർ വിചാരിച്ച പോലെ മാർച്ച് അവസാനം തിയേറ്ററിലേക്ക് എത്തി. പിന്നെ ഒരു സിനിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഏപ്രിൽ ഫസ്റ്റ് വീക്കൊക്കെ റിലീസായ സിനിമ. ഒന്ന് മമ്മൂട്ടിയുടെ സൂര്യമാനസം. എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ഒരു 20 കഥാപാത്രം എടുത്തു കഴിഞ്ഞാൽ അതിലൊരു കഥാപാത്രം തന്നെയായിരിക്കും സൂര്യമാനസം. വിജി തമ്പി മമ്മൂട്ടിയുമായിട്ട് ഒരുപാട് നല്ല സൗഹൃദമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം മമ്മൂട്ടിയെ വെച്ചിട്ട് ഒരുപാട് കഥകൾ പലപ്പോഴും പ്ലാൻ ചെയ്ത് അവസാനം ഈ ഒരു സബ്ജക്റ്റിൽ എത്തിയപ്പോഴാണ് മമ്മൂട്ടിക്കും കോൺഫിഡൻസ് വന്ന് മമ്മൂട്ടി ഡേറ്റ് കൊടുത്തത്. നല്ലൊരു എന്താ പറയുക, സാബ് ജോണിൻ്റെ നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു ആ ഒരു സിനിമ. ആ ഒരു എന്താ പറയുക, പുട്ടുർമീസ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം, വ്യത്യസ്തമായിട്ടുള്ള മമ്മൂട്ടി ഒരു കഥാപാത്രം അഭിനയിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു സിനിമയും മമ്മൂട്ടിയുടെ ആയിട്ട് വിഷുവിന് തിയേറ്ററിലെത്തിയ ആദ്യത്തെ സിനിമയാണ്. പിന്നെ മമ്മൂട്ടിയുടെ തന്നെ മറ്റൊരു സിനിമയുണ്ടായിരുന്നു, ജോണി വാക്കർ. എനിക്ക് തോന്നുന്നു ഇന്നും നമ്മൾ റിപ്പീറ്റ് കാണുന്ന സിനിമകൾ ഒരു പക്ഷേ ഇന്നത്തെ ജനറേഷനിലും ജോണി വാക്കർ നമുക്ക് ഇന്നും കണ്ടാൽ ആ ഒരു സിനിമ ഫ്രഷ് ഫീലാണ്. ജയരാജ് ഡയറക്ടർ, രഞ്ജിത്തിൻ്റെ സ്ക്രിപ്റ്റ്, രഞ്ജിത്തൊക്കെ തുടക്കകാലത്തുള്ള സ്ക്രിപ്റ്റുകളിൽ ഒന്നായിരുന്നു അതൊക്കെ. അതിഗംഭീരമായിട്ടുള്ള സോങ്സ്, പ്രഭുദേവയാണ് അതിൻ്റെ കൊറിയോഗ്രാഫിയൊക്കെ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം അന്നൊന്നും പ്രഭുദേവ ഇന്നത്തെ പ്രഭുദേവയൊന്നും ആയിട്ടില്ല. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതും ആ ഒരു വിഷു സീസണിൽ തിയേറ്ററിലെത്തിയതാണ്. പിന്നെ ഉണ്ടായിരുന്നത് അപാരത എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അത് നമ്മുടെ ചോക്ലേറ്റ് ഹീറോ റഹ്മാൻ, 80s താരമായ റഹ്മാൻ തമിഴിലൊക്കെ പോയ ശേഷം ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് മലയാളത്തിൽ ഹീറോ ആയിട്ട് അഭിനയിച്ച സിനിമ. IV ശശി ആയിരുന്നു ഡയറക്ഷൻ, ശ്രീകുമാരൻ തമ്പിയായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ്. അതിൽ റഹ്മാനും സുകന്യ, ഉർവശി, നെടുമുടി വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആയിരുന്നു. ആ ഒരു സിനിമയും അന്ന് അതൊരു IV ശശി സിനിമ തന്നെ. ഒരു ഫാമിലി, ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. ആ ഒരു സിനിമ അന്ന് തിയേറ്ററിലുണ്ടായിരുന്നു. പിന്നെ സർഗം, നമ്മുടെ ഹിറ്റ് മേക്കർ, ക്ലാസ് പടങ്ങളുടെ സംവിധായകൻ ഹരിഹരൻ. പൊതുവെ ഹരിഹരൻ സിനിമയ്ക്ക് എപ്പോഴും സ്ക്രിപ്റ്റ് empty ആയിരിക്കും. എപ്പോഴും സർഗം MTയുടെ സ്ക്രിപ്റ്റ് ആണെന്ന് കുറച്ചു കാലം മുമ്പ് വരെ ഞാനും വിശ്വസിച്ചിരുന്നു. പക്ഷെ അത് ഹരിഹരൻ തന്നെയാണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ബോംബെ രവിയുടെ സംഗീതം. പിന്നെ മനോജ് കെ ജയൻ എന്ന് പറയുന്ന ഒരു നടന്, ഇന്നൊരു മനോജ് കെ ജയൻ ഉണ്ടെങ്കിൽ അത് സർഗം തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു അന്ന് ഹരിഹരൻ ഒരുപാട് പുതുമുഖങ്ങളെയൊക്കെ തേടി അതൊരു പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ ചെയ്യാമെന്നായിരുന്നു ആദ്യം പ്ലാൻ. എന്നിട്ട് അവർ കുറേ അന്വേഷണത്തിനൊടുവിലാണ് വില്ലൻ കഥാപാത്രം ചെയ്യുന്നത്. വില്ലനല്ല, അതിലൊരു ടഫ് ക്യാരക്ടർ ചെയ്യുന്ന സെക്കൻഡ് ഹീറോ എന്ന് പറയുന്ന മനോജ് കെ ജയന്റെ ക്യാരക്ടറെ കണ്ടുപിടിക്കുന്നത്. പെരുന്തച്ചൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷമാണ്. അത് കണ്ടിട്ടാണ് ഇതിലോട്ട് വരുന്നത്. ആരൊക്കെയോ സജസ്റ്റ് ചെയ്തിട്ടാണ് മനോജ് കെ ജയൻ സ്വർഗത്തിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ കുറേ പുതുമുഖങ്ങളെ നോക്കി ആരെ കിട്ടാതെ അവസാനം ഹരിഹരന്റെ തന്നെ സ്വന്തം ഒരു എന്താ പറയുക, സ്വന്തം മകനെ പോലെയുള്ള വിനീതിനെ ആ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നു. രംഭ, അന്ന് അമൃത എന്നാണ് പേര് ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ. പിന്നീടാണ് രംഭ എന്ന് പറഞ്ഞ വലിയ നടിയായി, തെന്നിന്റെ നടിയായി മാറിയതൊക്കെ. അങ്ങനെ ആ സിനിമയിൽ വരുന്നു. അങ്ങനെ ഈ ഒരു 5 സിനിമയായിരുന്നു ആ ഒരു വിഷു സീസണിൽ തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നത്. ഇതിൽ
ഈ പറയുന്ന ഇതിൽ 5 സിനിമകൾ എനിക്ക് തോന്നുന്നു അപാരത ഒരുപക്ഷെ ഇന്നത്തെ ജനറേഷനൊന്നും അധികം കണ്ടിട്ടുള്ള സിനിമകൾ അല്ല. മറ്റു സിനിമകളെല്ലാം ഒരുപക്ഷെ എല്ലാവർക്കും അറിയുമായിരിക്കും. ജോണി വാക്കർ ആയിരിക്കാം ഒരുപക്ഷെ ഇന്ന് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കാണുന്ന സിനിമ എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അന്ന് തിയേറ്ററുകളിൽ കളക്ഷൻ വൈസ് മുന്നിൽ ഉണ്ടായിരുന്നത് കമലദളവും സർഗവുമായിരുന്നു. ഇതിൽ സത്യം പറഞ്ഞാൽ ഇതിൽ ഏതാണ് ടോപ്പ് ഗ്രോസർ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ എപ്പിസോഡ്സ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ഒരുപാട് കമന്റുകളൊക്കെ അതിൽ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടുന്ന അറിവുകളൊക്കെ വെച്ചിട്ടും ചില സിനിമകളൊക്കെ എ സെന്റേഴ്സിൽ ഒരുപാട് ദിവസങ്ങൾ ഓടിയിട്ടുണ്ടാവും, നന്നായി കളക്ട് ചെയ്തിട്ടുണ്ടോ, പക്ഷെ ബിയിലും സിയിലും ഒന്നും വിചാരിച്ച പോലെ കളക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ചില സിനിമകൾ എയിൽ കളക്ട് ചെയ്തിട്ടുണ്ടാവില്ല, ബിയിലും സിയിലും ഒരുപാട് കളക്ട് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഒരു ടോട്ടൽ ഗ്രോസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ആ സിനിമ, അതുകൊണ്ട് നമുക്കൊരിക്കലും പഴയ സിനിമകളുടെ കളക്ഷന്റെ കാര്യങ്ങൾ ഇന്നും നമുക്കൊരു വ്യക്തത നമുക്ക് പറയാൻ പറ്റില്ല. കിട്ടുന്ന സോഴ്സസിൽ വെച്ചിട്ടാണ് ഞാനും പറയുന്നത്. എന്തായാലും കമലദളം സർഗവും ഇതിൽ ഏതാണ് മുന്നിൽ നിന്നുള്ളത് വെച്ചാൽ എനിക്ക് അറിയില്ല. എന്തായാലും രണ്ടും അന്ന് ഹിറ്റ് തന്നെയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമകളിൽ ജോണി വാക്കറും അപാരതയും തിയേറ്ററിൽ അന്ന് വലിയ വിജയമല്ലായിരുന്നു. അത് രണ്ടും അത്ര വലിയ വിജയം. എനിക്ക് തോന്നുന്നു ഇതിലെ ഏറ്റവും ഡൗൺ ഒരു പക്ഷെ അപാരതയായിരിക്കാം, പിന്നെ ജോണി വാക്കർ. സൂര്യമാനസം ഒരു ഹിറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയില്ല. എങ്കിലും അതൊരു നഷ്ട സിനിമയല്ല, അത് അത്യാവശ്യം ഓടിയും എനിക്കൊണ്ട് ജോണി വാക്കറും സൂര്യമാനസവും വെച്ച് നോക്കുമ്പോൾ സൂര്യമാനസമായിരുന്നു അന്ന് തിയേറ്ററുകളിൽ കളക്ട് ചെയ്തിരുന്നത്. പിന്നെ ഇതേ സമയത്ത് തന്നെ എൻ്റെ ഒരു കാരണം ഞാനിതിൽ കമലദളവും അതുപോലെ തന്നെ അപാരതയും സർഗവും, എനിക്ക് തോന്നുന്നു ജോണി വാക്കറും സൂര്യമാനസം കണ്ടിട്ടുണ്ടോ നമുക്ക് തിയേറ്ററിൽ. എന്തായാലും ഞാൻ ഈ പറയുന്ന സിനിമകളെല്ലാം എനിക്ക് ഇത്ര ഓർമ്മ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യമാനസവും ജോണി വാക്കറും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കൗരവർ നൂൺ ഷോ ഉണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൗരവർ ജനുവരിയിലോ ഫെബ്രുവരി ഫസ്റ്റ് വീക്കോ തിയേറ്ററിൽ ഇറങ്ങിയ സിനിമയാണ്. അത് അത്യാവശ്യം ഓടി. എന്നിട്ട് ഈ ഒരു വിഷു സീസണിലും കൗരവർ നൂൺ ഷോ തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നു. ഞാൻ കൗരവർ ഒരുപാട് നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ പോയിട്ട് നൂൺ ഷോ ആണ് കാണുന്നത് ഈ ഒരു വെക്കേഷൻ സമയത്ത്. അന്ന് സൂര്യമാനസവും ജോണി വാക്കറും തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മമ്മൂട്ടിയുടെ 3 സിനിമകൾ ആ ഒരു സീസണിൽ ശരിക്കും ഉണ്ടായിരുന്നു. കൗരവർ ജനുവരിയിൽ റിലീസ് ചെയ്തിട്ട് ഇത്രയും നീണ്ടിട്ടും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ സൂര്യമാനസോ ജോണി വാക്കറെക്കാട്ടും കൂടുതലും കളക്ട് ചെയ്തിട്ടുള്ള കൗരവർ തന്നെയായിരിക്കും. എന്തായാലും 92 വിഷു സീസൺ വിന്നർ കമലദളവും സർഗം തന്നെയാണ്. എങ്കിലും മറ്റു സിനിമകളും ഒന്നും മോശമല്ല. മമ്മൂട്ടിയുടെ സിനിമകളൊക്കെ കളക്ഷൻ വെച്ച് നോക്കിയാൽ ഗംഭീര സിനിമകളായിരുന്നു അത് രണ്ടും. എന്തായാലും ഈ പറഞ്ഞ സിനിമകളൊക്കെ നിങ്ങളും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടോ? അന്നത്തെ നിങ്ങളുടെ ഓർമ്മകളൊക്കെ നമുക്ക് കമന്റ് ചെയ്യുക.